വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം. യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം. യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പാപവും പാപമാർഗങ്ങളും ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നുവരെ അനുഭവിച്ചു. അത് ഉപേക്ഷിക്കാനും ഈശോയെ സ്നേഹിക്കാനും നമ്മൾ തീരുമാനമെടുത്തു. പാപങ്ങളെല്ലാം കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രമായില്ല. നന്മ ചെയ്യുന്നതിൽ നമുക്ക് തീക്ഷ്ണതയില്ലെങ്കിൽ നമ്മൾ പഴയതിനേക്കാൾ 10 മടങ്ങ് ദയനീയ അവസ്ഥയിലേക്ക് വീണ്ടും അധപ്പതിക്കുമെന്ന് ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് മുമ്പിൽ വ്യക്തമായ അടയാളങ്ങളാണ്. ക്രിസ്തീയ ജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. അതിസ്വാഭാവിക ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, നിഷ്ക്രിയരായ അല്ലെങ്കിൽ മന്നോഷ്ണരായ ഒരുപറ്റ യുവജനങ്ങളെ അല്ല സഭയ്ക്ക് ആവശ്യം. ഏറെ ബ്യൂറോക്രാറ്റുകളെയും ഏറെ ഉദ്യോഗസ്ഥരെയും അല്ല സഭയ്ക്ക് ആവശ്യം. യഥാർത്ഥ ജീവൻ സംവേദിക്കാനുള്ള തീഷ്ണതയുള്ള മിഷണറിമാരെയാണ് സഭയ്ക്ക് ആവശ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കും എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 138 ഖണ്ഡികയിൽ മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സഭയ്ക്ക് വേണ്ടത് ഏറെ ബ്യൂറോക്രാറ്റുകളെയോ ഉദ്യോഗസ്ഥരെയോ അല്ല, മറിച്ച് യഥാർത്ഥ ജീവൻ സംവേദിക്കാനുള്ള തീക്ഷ്ണതയാൽ എരിയുന്ന ആവേശമുള്ള പ്രേക്ഷിതരെയാണ്. വിശുദ്ധർ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു, ആശയക്കുഴപ്പത്തിലാക്കുന്നു. കാരണം മൂഢവും മ്ലാനവുമായ ഇടത്തരാവസ്ഥ ഉപേക്ഷിക്കാൻ അവരുടെ ജീവിതം നമ്മെ നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടത്തരാവസ്ഥയുണ്ടല്ലോ, കുറച്ച് നന്മ ചെയ്യും, കുറച്ച് തിന്മ ചെയ്യും, ഇങ്ങനെയുള്ള നമ്മുടെ ആ ദയനീയ അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറണം. തീഷ്ണതയാൽ എരിയുന്ന, യഥാർത്ഥ ജീവൻ സംവേദിക്കാനുള്ള തീഷ്ണതയാൽ എരിയുന്ന നല്ല പ്രേക്ഷിതരെയാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്: സുവിശേഷവൽക്കരണ ദൗത്യം ഏറ്റെടുക്കാനും മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുവാനും ഒരു പ്രാർത്ഥനാരൂപം നമ്മെ പ്രത്യേകം ചലിപ്പിക്കുന്നു. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സുവിശേഷവൽക്കരണ ദൗത്യം ഏറ്റെടുക്കാനും മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുവാനും ഒരു പ്രാർത്ഥനാരൂപം നമ്മെ പ്രത്യേകം ചലിപ്പിക്കുന്നു. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. നാളെ നമ്മൾ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്നതും നമ്മുടെ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ അതിന് ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ ആരോടാണോ സുവിശേഷം അറിയിക്കേണ്ടത്, ആരോടാണോ ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടത്, അവരോട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കേവലം 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവൾ കണ്ട ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ചെയ്ത കുറ്റം ഇതായിരുന്നു: അദ്ദേഹം 2 സ്ത്രീകളെയും 11 വയസ്സുള്ള ഒരു കുട്ടിയെയും അയാൾ കൊന്നു. അദ്ദേഹം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു.
വധശിക്ഷ കാത്തു കഴിഞ്ഞ് ഈ മനുഷ്യനെ കുമ്പസാരിപ്പിക്കാൻ ഒരു വൈദികൻ ജയിലിൽ ചെന്നു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വൈദികനെ തിരിച്ചയച്ചു. ഇത് പത്രങ്ങളിൽ വലിയ വാർത്തയായിട്ട് വന്നു. ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഈ വാർത്ത വായിച്ചെങ്കിലും ഒരു പെൺകുട്ടിയുടെ 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ വേദനിച്ചു. ഈ മനുഷ്യൻ കുമ്പസാരിക്കാതെ അനുതപിക്കാതെ മരിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് നരകത്തിൽ പോകുമെന്ന ചിന്ത ഇവളെ വല്ലാതെ അലട്ടി. ഈ പെൺകുട്ടി ഈ മനുഷ്യന് വേണ്ടി ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ്റെ പേര് ഹെൻറി പ്രാൻസീനി എന്നായിരുന്നു. ഈ ഹെൻറി പ്രാൻസീനിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഇവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഇവൾക്ക് ഒരു കളക്ഷൻ ബോക്സ് ഉണ്ടായിരുന്നു, ഒരു കുടുക്ക, ചില്ലറ നാണയങ്ങൾ ഇട്ട് വെച്ചിരുന്ന കുടുക്ക. അവളത് പൊട്ടിച്ചു. ആ പൈസ എടുത്ത് ഇടവക ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ഈ ഹെൻറി പ്രാൻസീനിയുടെ മാനസാന്തരത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കാനായിട്ട് ആ പൈസ കൊടുത്തു. ഹെൻറി പ്രാൻസീനിയുടെ വധശിക്ഷ നടപ്പാകുന്ന ദിവസം എത്തി. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തെ കഴുത്ത് വെട്ടിക്കൊല്ലാനാണ് വിധിച്ചത്. കഴുത്ത് വെട്ടിക്കൊല്ലുന്ന ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ മെഷീൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. അവിടെ വരുന്നത് വരെ ഇയാൾക്ക് യാതൊരു ഭാവ വ്യത്യാസവുമില്ല. എന്നാൽ ഇയാളെ പിടിച്ച് ആ മെഷീനിലേക്ക് വെക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞ് അടുത്ത് നിന്ന വൈദികൻ്റെ കയ്യിൽ നിന്ന് ക്രൂശിത രൂപം വാങ്ങി കണ്ണുനീരോടെ ആ തിരുമുറിവുകളിൽ 3 പ്രാവശ്യം ചുംബിച്ചിട്ടാണ് ഇദ്ദേഹം മരിച്ചത്. മരണത്തിന് തൊട്ടു മുൻപ് ഇദ്ദേഹം മാനസാന്തരത്തിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിച്ചു. കേവലം 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് ഇതുപോലൊരു പാപിയെ, കഠിന പാപിയെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ഏതാണ് ആ പെൺകുട്ടി എന്നറിയാമോ? ആ പെൺകുട്ടിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയായ പെൺകുട്ടി. കേവലം 24 വയസ്സ് മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ 24 വയസ്സുകൊണ്ട് അവൾ പ്രാർത്ഥനയിലൂടെ എത്ര ലക്ഷം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടി. അവൾ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ആത്മകഥയായ സ്റ്റോറി ഓഫ് എ സോൾ എന്ന പുസ്തകത്തിൽ അവൾ ഇപ്രകാരം പറയുന്നത്: അവൻ എന്നെ ആത്മാക്കളെ പിടിക്കുന്ന മുക്കുവനാക്കി, അവൻ എന്നെ ആത്മാക്കളെ പിടിക്കുന്ന മുക്കുവനാക്കി. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം തോന്നുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആഗ്രഹം. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2744 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. എന്തെന്നാൽ അസാധ്യമായതിനെ അത് സാധ്യമാക്കുന്നു, ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ പാപത്തിൽ പതിക്കുക അസാധ്യമാണ്. പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായും രക്ഷിക്കപ്പെടും, പ്രാർത്ഥിക്കാത്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കിയാൽ, അതിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ചാക്രിക ലേഖനത്തിൽ 283 ഖണ്ഡികയിൽ പറയുകയാണ്: നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടാനുള്ള കഴിവുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിവുള്ള പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അത് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയോട് ചേർന്ന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്, യാചന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് അവരെ അങ്ങ് മാനസാന്തരപ്പെടുത്തിക്കൂടെ? ദൈവത്തിന് ഇത് തന്നെ ചെയ്യാൻ പറ്റും, ദൈവത്തിന് തീർച്ചയായിട്ടും ഇത് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ പ്രവൃത്തിയിൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ പങ്കാളികളാക്കിക്കൊണ്ട് വേണം ഈ ലോകം അവിടത്തേക്ക് വീണ്ടെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ, പാപികളായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത് ഇതുപോലുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം പാപികളായ മനുഷ്യരെ ഉപയോഗിച്ച് തന്നെ മറ്റുള്ള പാപികളെ വീണ്ടെടുക്കുകയാണ്. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ ഉപയോഗിച്ച് ദൈവം മറ്റുള്ളവരെ വീണ്ടെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടില്ലേ എന്തോരം യുവജനങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. അവർ നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്ന് ധ്യാനം കൂടിയവരാണ്. അവരുടെ ജീവിതം
ക്രിസ്തുവിനെ അവർ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവർ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തീക്ഷ്ണതയോടെ അധ്വാനിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. വയനാട്ടിലെ ദ്വാരകയിലാണ് എൻ്റെ വീട്. ഞാൻ കുഞ്ഞുനാളിലെ മാതാപിതാക്കൾ നല്ല വിശ്വാസത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളെപ്പോലെ നല്ല കുട്ടിയായിരുന്നു ഞാനും 10ാം ക്ലാസ് വരെ. നിങ്ങൾ നല്ല കുട്ടികളാണല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും. ഞാനങ്ങനെ ആയിരുന്നില്ല. എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ പോളിടെക്നിക്ക് പഠിക്കാൻ കൊണ്ടുവിട്ടു. വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തു തന്നു. ഞങ്ങളവിടെ 3-4 കൂട്ടുകാർ കൂടി ഇരുന്ന് പഠിത്തം തുടങ്ങി. പിന്നെ ഒരു 1.5 പഠിത്തമായിരുന്നു. ആദ്യം പഠിച്ച പോളിടെക്നിക്കിനടുത്ത് ഒരു 4 സിനിമാ തിയേറ്റർ ഉണ്ടെന്ന് പഠിച്ചു. സിനിമാ തിയേറ്റർ ആഴ്ചയിൽ 2 ദിവസം സിനിമ മാറും. എല്ലാ സിനിമയും ഒന്നൊഴിയാതെ കാണാൻ പഠിച്ചു. സിനിമ കാണാൻ പഠിക്കണതിനെതിനാ കാശില്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കാതെ ഇതിനകത്ത് കയറി ഇത് കാണാനാണ് പഠിച്ചത്. അങ്ങനെ സിനിമയെല്ലാം കണ്ട് നടന്നു. ഫസ്റ്റ് ഇയർ ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് പഠിച്ചത്. ഇഷ്ടം പോലെ സമരം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സമരമൊക്കെ കാണുന്നത്. കാരണം വീടിൻ്റെ അടുത്ത് തന്നെ പള്ളിയും സ്കൂളും, അപ്പോൾ അതുകൊണ്ട് ടൗണിലേക്കൊന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഈ സമരം എന്നിൽ ഭയങ്കര ആവേശം. ഞാൻ ചേട്ടന്മാർ വിളിച്ചിരുന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് അവരുടെ പുറകെ നടന്നു. സെക്കൻഡ് ഇയർ കയറിയപ്പോൾ ഞാൻ തന്നെ ഒരു കടലാസ് എടുത്ത് ഒരു നോട്ടീസ് എഴുതി, വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് എഴുതി പ്രിൻസിപ്പാളിൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ വിളിച്ചു കൊടുത്തു. ഒയ്ക്കും സിന്താവാന്ന് പിള്ളേരെല്ലാം വിളിച്ചു. സാറുമാരൊക്കെ പുറത്തിറങ്ങി വന്ന് നോക്കി. അവർ ചോദിച്ചു, ഇതേതാ പുതിയ നേതാവ്? അങ്ങനെ ഞാൻ അവിടെ ഒരു പുതിയ നേതാവായി. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനൽ ഇയർ ഞാൻ കോളേജ് ചെയർമാനായി. എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാർ, നാട്ടുകാരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഒരു ഡിസംബർ മാസത്തിൽ, 96 ഡിസംബർ മാസത്തിൽ ഞാനൊരു ദിവസം പ്രാക്ടിക്കൽ കഴിഞ്ഞ് വന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു. റൂമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഞാനൊരു സ്വരം കേൾക്കുകയാണ്. നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല. അതാണ് ഞാൻ കേട്ട സ്വരം. നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല എന്ന് ആരോ ഒരാൾ പറയുന്ന ഒരു സ്വരം വ്യക്തമായിട്ട് ഞാൻ കേട്ടു. അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ സ്വരം എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരെന്ന്. ഞാൻ ഉടനെ തീരുമാനമെടുത്തു, ഒരു ധ്യാനം കൂടാൻ പോകണം. ഇപ്പം ചാച്ചനും അമ്മച്ചനും എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ പോയൊരു ധ്യാനം കൂട്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അകലാൻ തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാതായി. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകാതായി തുടങ്ങി. അപ്പോൾ എന്നോട് ചാച്ചനും അമ്മച്ചും പറഞ്ഞു, നീ പോയൊരു ധ്യാനം കൂടെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അത് ചെയ്യാൻ പോകാറില്ല, ഇത് ചെയ്യാൻ പോകാറില്ല, അങ്ങനെ പോകാറില്ല, ഇങ്ങനെ പോകാറില്ല, അതുകൊണ്ട് ഞാൻ ധ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ സ്വരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഇരിക്കപ്പൊറുതിയില്ലാതായി. അങ്ങനെയാണ് 96 ഡിസംബർ മാസത്തിൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്നൊരു ധ്യാനം കൂടുന്നത്. ആ ധ്യാനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്ത്, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിന് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചോളൂ. എനിക്ക് വേറൊന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. ജോലി കിട്ടണമെന്ന്, അത് കിട്ടണമേ, ഇത് കിട്ടണമേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഒറ്റ കാര്യം കർത്താവിനോട് പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ. ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലെ ധ്യാന ഹോളിൽ നിന്ന് ധ്യാനം കൂടുമ്പോൾ ഞാൻ കർത്താവിനോട് ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവെ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിക്കണമേ. കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ വീട് മാനന്തവാടിയിലാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ധ്യാനകേന്ദ്രമുണ്ട്. മാനന്തവാടി രൂപതയുടെ ധ്യാനകേന്ദ്രം, സിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ അവിടെ ജീസസ് യൂത്ത് മിനിസ്ട്രിയിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്ററായി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ജീസസ് യൂത്ത് മിനിസ്ട്രിയുടെ മാനന്തവാടി സോണിൻ്റെ കോർഡിനേറ്ററായി. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ശുശ്രൂഷ ചെയ്തും കഴിവേ കർത്താവ് പറഞ്ഞു, നീ ഇതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊരു മധ്യസ്ഥ പ്രാർത്ഥന മരിയൻ ധ്യാനം കൂടി. എറണാകുളം റിന്യൂവൽ സെൻറ്ററിൽ വെച്ചാണ് ഞാൻ ആ ധ്യാനം കൂടിയത്. അപ്പോൾ ധ്യാനത്തിന് വേണ്ടി വന്നത് വളരെ ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ ആ ധ്യാനത്തിന് വന്നത്. ഞാൻ ആ ധ്യാന ദിവസങ്ങളിൽ ഒരു ഭക്ഷണവും കഴിച്ചില്ല. 5 ദിവസവും കുറച്ച് വെള്ളം കുടിക്കും, അവിടെ ഇരുന്ന് വചനം കേൾക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും.
5 ദിവസം ഇരുന്നിട്ട് എനിക്ക് ഒരു വിശപ്പും തോന്നിയില്ല. വലിയൊരു ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. ഈശോ എന്നോട് പറയുകയാണ് 40 ദിവസത്തേക്ക് ഉപവസിക്കാൻ. അങ്ങനെ ബാക്കി 35 ദിവസം ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇവിടെ ഈ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ എന്ത് ഭക്ഷിക്കുന്നു? ഈശോയുടെ വചനം ഭക്ഷിക്കുന്നു, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നു. അതാണ് നമുക്ക് യഥാർത്ഥ ശക്തി തരുന്ന ഭക്ഷണപാനീയങ്ങൾ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ധ്യാനം കഴിഞ്ഞു, ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ കർത്താവ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നയിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണെന്നറിയോ? പ്രാർത്ഥിക്കാനായിട്ട്. പരസ്യമായ ഒരു ശുശ്രൂഷകളുമില്ല, എവിടെയെങ്കിലും രഹസ്യമായിരുന്ന് ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ. 10 വർഷം ഞാൻ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പ്രാർത്ഥന മാത്രമായിട്ട് നടന്നു. പ്രാർത്ഥന മാത്രം, ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക. ജീസസ് യൂത്ത് മിനിസ്ട്രിയിലായിരുന്നപ്പോൾ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ഭൂപടം മേടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളുടെ മേലും കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ സ്ഥലങ്ങളുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ നാടിനെ അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റികളുടെ മേലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം കർത്താവ് എന്നെ കൊണ്ടുപോയി. പിന്നീട് അവിടെ മാസങ്ങൾ, വർഷങ്ങൾ താമസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത്, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സുവിശേഷ വേലയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് പ്രാർത്ഥനാ പ്രേക്ഷിതത്വം പ്രവർത്തന പ്രേക്ഷിതത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ്. പ്രാർത്ഥനാ പ്രേക്ഷിതത്വം പ്രവർത്തന പ്രേക്ഷിതത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ആദ്യ പടി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെക്കുറിച്ചുള്ള ഒരു ഹൃദയവേദന നമുക്കുണ്ടാകണം. വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. വേദനിക്കുന്ന ഹൃദയത്തിനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി. അവരെൻ്റെ നാശത്തിൽ വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. അവിടെ ഇപ്രകാരം പറയുകയാണ്: സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. അവിടുത്തെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണുനീരോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹൃദയത്തിൽ വേദനയുള്ളവനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവിടെ ഇടപെടും. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് നിക്ഷേപിക്കും. മാനസാന്തരത്തിൻ്റെ കൃപാവരം അവിടുന്ന് അവർക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു തോന്നലുണ്ടാവണം, ഇല്ലെങ്കിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്: എൻ്റെ അമ്മിച്ചി ഒറ്റക്കാലിൽ മുട്ടുകുത്തിന്ന് കണ്ണുനീരോടെ എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകലുകയാണെന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മിച്ചി ഒറ്റക്കാലിൽ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എൻ്റെ ഹൃദയത്തിലുണ്ടായത്. ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകാൻ കാരണം അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് വളരെയധികം പാപത്തിൻ്റെ വഴിയിൽ ജീവിച്ച മനുഷ്യനാണെന്ന് നമുക്കറിയാം. യൗവനകാലത്ത് അദ്ദേഹത്തിന് അവിഹിത ബന്ധത്തിലൊരു കുട്ടി പോലും ഉണ്ടായി. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അമ്മയായ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന ഇദ്ദേഹത്തെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി, സഭയുടെ വേദപാരംഗതനായി. പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. എന്തെന്നാൽ അസാധ്യമായതിനെ അത് സാധ്യമാക്കുന്നു, ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകും. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. അമലേക്ക് റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു.
മോശ ജോഷുവയോട് പറഞ്ഞു, നീ സൈന്യത്തെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധം ചെയ്യുക. നാളെ ഞാൻ കർത്താവിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. പിറ്റേ ദിവസം മോശയും അഹ്റോനും ഹൂറും മലമുകളിലേക്ക് കയറിപ്പോയി. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു. മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കരങ്ങൾ കുഴഞ്ഞു. അഹ്റോനും ഹൂറും ഒരു കല്ലുരുട്ടിയിട്ട് കൊടുത്തു. മോശ അതിലിരുന്നു. അഹ്റോനും ഹൂറും ഇരുവശങ്ങളിലും നിന്ന് മോശയുടെ കരങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു. സായാഹ്നം വരെ മോശയുടെ കരങ്ങൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവായും ഇസ്രായേൽ സൈന്യവും അമലേക്കരെ നാമാവശേഷമാക്കി. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ച് കേൾപ്പിക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയാണ് അന്ന് അവരെ യുദ്ധത്തിൽ വിജയിക്കാൻ സഹായിച്ചത്. ജോഷുവ വാളുകൊണ്ട് യുദ്ധം ചെയ്തതുകൊണ്ടല്ല, മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴാണ് ഇസ്രായേൽക്കാർക്ക് വിജയമുണ്ടായത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങൾ ഉയർന്നു നിന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കും വിജയമുണ്ടാകും. നമ്മുടെ കരങ്ങൾ താഴ്ന്നു കിടക്കുന്നത് കൊണ്ടാണ്, നമ്മൾ നിഷ്ക്രിയരായിരിക്കുന്നത് കൊണ്ടാണ്, മന്ദോഷ്ണരായിരിക്കുന്നത് കൊണ്ടാണ്, നിസ്സംഗത പാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് ഇതുപോലെ നശിച്ചു പോകുന്നത്. സമൂഹത്തിൽ മറ്റാർക്കുള്ളതിനേക്കാളും ഉത്തരവാദിത്വമാണ് യുവജനങ്ങൾക്കുള്ളത്. സമൂഹം വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന യുവജനങ്ങളെയാണ്. നമ്മൾ പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ വയസ്സായ ആൾക്കാരെയാണോ തിരഞ്ഞെടുക്കുന്നത്? റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയാണോ നമ്മൾ പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? ഒരിക്കലുമല്ല, അല്ലേ? കൊച്ചു പിള്ളേരെയാണോ തിരഞ്ഞെടുക്കുന്നത്? ഒരിക്കലുമല്ല. ചോരയും നീരുമുള്ള ആവേശമുള്ള യുവജനങ്ങളെയാണ് പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ പടയാളിയാകാൻ പറ്റിയ പ്രായമാണ് നിനക്ക്. അതുകൊണ്ട് കർത്താവും സഭയും നിങ്ങളെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. നിന്റെ മന്ദോഷ്ണത, നിന്റെ നിസ്സംഗത അവസാനിപ്പിച്ച് അന്ധകാര ശക്തികളോട് പോരാടാൻ നീ തയ്യാറാകണം. ഇല്ലെങ്കിൽ തലമുറയുടെ നാശത്തിന് നീ ഉത്തരം പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീഷ്ണതയോടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ആത്മീയ യുദ്ധമാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അന്ധകാര ശക്തികളോടുള്ള പോരാട്ടമാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിനല്ല കിട്ടുന്നത്, നമുക്കാണ് കിട്ടുന്നത്. കാരണം ദൈവത്തിന് ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം തന്നിൽ തന്നെ സൗഭാഗ്യവാനും സമ്പൂർണ്ണനുമാണ്. അവിടുത്തേക്ക് നമ്മുടെ സ്തുതിപ്പ് അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ? അവിടുത്തെ മഹത്വം അനന്തമാണ്. ഇൻഫിനിറ്റിയോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ലത്തീൻ ആരാധനക്രമത്തിൽ കുർബാന മധ്യേ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. യൂക്കറിസ്റ്റിക് പ്രയറിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഓ ലോർഡ്, വെൻ വി പ്രൈസ് യു, നത്തിങ് ഈസ് ആഡഡ് ഇൻ യുവർ ഗ്രേറ്റ്നെസ്, ബട്ട് യുവർ ഗ്രേറ്റ്നെസ് ഈസ് ആഡഡ് ഇൻ അവർ നത്തിങ്നെസ്. മനസ്സിലായില്ലേ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തോടൊന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വമെല്ലാം നമ്മുടെ നിസ്സാരതയിൽ പ്രകടമാവും. ഉദാഹരണത്തിന്, നിനക്കൊരു ബലഹീനതയുണ്ടെന്ന് വിചാരിക്കുക. നിനക്കൊരു രോഗമുണ്ട്, നിനക്ക് ജോലിയില്ലാത്ത അവസ്ഥയുണ്ട്, നിൻ്റെ വിവാഹം നടക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ട്, നിൻ്റെ പേരിൽ കേസുണ്ട്. നിനക്ക് സ്വമേധയാ അത് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ പ്രശ്നം ഓർത്ത് കർത്താവിനെ അങ്ങ് സ്തുതിക്കുക. നിൻ്റെ സർവ്വശക്തിയും എടുത്തിട്ട് നീ അങ്ങ് സ്തുതിക്കണം കർത്താവിനെ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ആ പ്രശ്നത്തിൽ വെളിപ്പെടും. അതുപോലെ തന്നെ സ്തുതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരുമാതിരി ദൈവത്തെ കളിയാക്കുന്ന തരത്തിൽ സ്തുതിക്കരുത്. ഞഞ്ഞാവിഞ്ഞ സ്തുതിക്കരുത്. ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞഞ്ഞാവിഞ്ഞ സ്തുതിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരുമാതിരി ആത്മാർത്ഥതയില്ലാതെ സ്തുതിക്കരുത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേർന്ന വിധം വേണം ദൈവത്തെ സ്തുതിക്കാൻ. നമ്മൾ ആരെയാ സ്തുതിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കണം? സർവശക്തിയും എടുത്ത് സ്തുതിക്കണം.